മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 40-ാം വാക്യം. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളമല്ല എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് 27 വർഷമായി. ഞാൻ ചോദിച്ചു, സാറേ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം എന്നോട് പറഞ്ഞ് കുറച്ച് രൂപ എനിക്ക് തന്ന് ഒരു 5000 രൂപ തന്നിട്ട് പറഞ്ഞ് ലോട്ടറി എടുത്ത് പതുക്കെ ജീവിച്ചോളാൻ പറഞ്ഞ്. അതല്ലാതെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുക. എപ്പോൾ ഇവിടെ പള്ളിയിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നാലും എന്നെ കണ്ടാൽ ഇവിടെ വണ്ടി നിർത്തി എനിക്ക് പൈസ തന്നേറ്റേ പോകത്തുള്ളൂ. അത് ചാണ്ടി ഉമ്മനും അതെ, എവിടെ വെച്ച് കണ്ടാലും എനിക്ക് എന്തെങ്കിലും തരാതെ പോവുകയില്ല. 2023 ജൂലൈ 18. സ്നേഹരാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ നികത്താനാകാത്ത ഒരു ശൂന്യത. ആൾക്കൂട്ടത്തെ വഹിച്ച സഞ്ചാരി ഒറ്റയ്ക്കൊരു യാത്ര തിരിച്ചിട്ട് ഇന്നേക്ക് 2 വർഷം. മണ്ണിനോട് ചേർന്നിട്ട് 2 ആണ്ടാകുമ്പോഴും ഉമ്മൻചാണ്ടിയെ ആൾക്കൂട്ടം ഒറ്റയ്ക്കാക്കുന്നില്ല. കണ്ണീര് വീണ നിവേദനങ്ങളുമായി അവരുടെ സാറിനോട് പരാതി പറയാൻ പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലേക്ക് ഒഴുകിയെത്തുന്ന എത്രയോ പേർ. മതമേലധ്യക്ഷന്മാർ മുതൽ മതമില്ലാത്തവർ വരെ, ഉമ്മൻചാണ്ടിക്കൊപ്പം നടന്നവർ മുതൽ ഉമ്മൻചാണ്ടിയെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ വരെ, എല്ലാവർക്കും ഒരേ ഒരു കുഞ്ഞുഞ്ഞ്. ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ കരുത്ത് ഈ പടിക്കെട്ടിലിരുന്നുള്ള പ്രാർത്ഥനയായിരുന്നു. എതിരാളികൾ രാഷ്ട്രീയ ആരോപണങ്ങളെ കുടുംബത്തിലേക്ക് നീട്ടിയപ്പോഴും ഉമ്മൻചാണ്ടി ഈ പടിക്കെട്ടിൽ അഭയം തേടി. കരോട്ട് വള്ളക്കാലിൽ വീട്ടിൽ ഇപ്പോഴും ആളുകൾ എത്താറുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് മുറിയിലെ ജനൽ ഇപ്പോഴും തുറന്നു തന്നെ കിടപ്പുണ്ട്. എന്നാൽ പരാതി കേൾക്കാൻ അവരുടെ കുഞ്ഞുഞ്ഞില്ല. എല്ലാത്തിനുമപ്പുറം കഴിഞ്ഞുപോയ 2 ആണ്ട് പുതുപ്പള്ളിക്ക് സന്തോഷത്തിൻ്റെത് കൂടിയാണ്. ഞായറാഴ്ചകളിൽ മാത്രം വിരുന്നെത്തിയിരുന്ന ഉമ്മൻചാണ്ടി എന്നും തങ്ങൾക്കൊപ്പമുള്ളതിന്റെ സന്തോഷം. പുതുപ്പള്ളിയിൽ നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദസ്റ്റി, മാതൃഭൂമി ന്യൂസ്.